മലമ്പുഴയിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു വാട്ടർഫാൾസ് ആണിത്. എവിടെയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. കാലത്തൊരു 8 മണിയാകുമ്പോൾ സുഭിക്ഷം എന്നുള്ള ഈ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബൈക്ക് എടുത്തിട്ട് മലമ്പുഴയിലേക്ക് ഒരൊറ്റ വിടൽ. മലമ്പുഴ ഗാർഡന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വഴി ആ റോപ്പ് വേന്റെ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് ഈ റോഡ് എത്തുക. പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലുള്ള ഡാമിന്റെ വ്യൂവും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡാമിലേക്ക് ഒഴുകുന്ന അരുവികളുടെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. മലമ്പുഴ റോപ്പ് വേയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ വാട്ടർഫാൾസ് ഉള്ളത്. വലതുവശത്ത് കാണുന്ന ഡാമിലേക്ക് ആരും ഇറങ്ങി കുളിക്കരുത് കേട്ടോ. ഡാമിൽ ഒരുപാട് ചതുപ്പുകൾ ഉള്ളത് കൊണ്ട് വളരെ അൺസേഫ് ആണത്. പക്ഷേ ഈ വാട്ടർഫാൾസ് അങ്ങനെയല്ല. നമുക്ക് ഫാമിലി ആയിട്ടും കുട്ടികൾക്കെ ആയിട്ട് വരാനും കളിക്കാനും കുളിക്കാനും ഒക്കെ സൂപ്പറാണ്. ഞായറാഴ്ച ദിവസം വൈകുന്നേരം ഒന്നും ആരും വന്നു പോകരുതേ. ഈ റോഡിൽ നല്ല ട്രാഫിക്കും തിരക്കും ഉണ്ടാവും. ഞങ്ങളിപ്പോൾ വന്ന പോലെ കാലത്ത് വരുന്നതാണ് ബെസ്റ്റ്. മനോഹരമായ കുളിക്ക് ശേഷം ഞങ്ങൾ ഡാം മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പോവാണ്. മലമ്പുഴ ഗാർഡന്റെ മുന്നിൽ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വിൽപ്പന കേന്ദ്രമുണ്ട്. പക്ഷേ വലിയ മീനുകളൊന്നും നമ്മൾ സാധാരണക്കാർക്ക് അവിടെ നിന്ന് കിട്ടാൻ വലിയ പ്രയാസമാണ്. മുന്നിൽ നിന്നുള്ള സ്റ്റാളിൽ നിന്ന് കിലോ 250 രൂപ വെച്ചിട്ട് ഈ വലിയ മീൻ ഞങ്ങൾ വാങ്ങിച്ചു. മീനും വാങ്ങി നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. നേരത്തെ പ്രവാസികളായിരുന്ന ഹസനുക്കും ഫൈസലിനും അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. വാങ്ങിയ മീനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി. അങ്ങനെ വാഴലയും വിരിച്ച് സാധനങ്ങളൊക്കെ നല്ല ഡെക്കറേഷൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല മട്ടേരി ചോറും മീൻ വറുത്തതും കപ്പ പുഴുക്കിയതും തേങ്ങ ഒഴിക്കാത്ത മീൻകറിയും. സാധാരണ വ്യത്യസ്തമായിട്ട് നമ്മൾ ആണുങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. സാധനങ്ങളൊക്കെ വെച്ച് ചുറ്റും ഇരുന്നപ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വന്നു. ഓരോ ഐറ്റമായിട്ട് ഇലയിൽ വിളമ്പിയിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. വാഴയില, നല്ല മട്ടേരി ചോറ്, മീൻ ചാറ്, മീൻ വറുത്തത് എല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് വായിലിട്ടപ്പോൾ എന്താ ഒരു ടേസ്റ്റ്. വലിയ എക്സ്പ്രഷൻ ഒന്നും ഇടാറില്ല. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഭക്ഷണവും കഴിച്ച് കുറേ നേരം റെസ്റ്റ് എടുത്ത് എല്ലാവരും അവരവരെ വീട്ടിലേക്ക് പോയി. ഹസന് കുറച്ച് ചെടികൾ വേണം പറഞ്ഞപ്പോൾ അതൊക്കെ വെട്ടി മുറിച്ചിട്ട് ആക്കി കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക കേട്ടോ.